യെസ് സ്റ്റുഡൻസ്, മക്കളെ 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇലക്ട്രോലിസിസ് അല്ലെങ്കിൽ നമ്മുടെ ഫാരഡേസ് ലോയിൽ നിന്ന്, അതായത് ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ നിന്ന് ഫാരഡേസ് ലോൻ്റെ ഭാഗത്ത് നിന്ന് ഡെപ്പോസിഷൻ ബേസ് ചെയ്തിട്ടുള്ള, അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ എത്ര വെയിറ്റ് ആണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ആ ഒരു ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നേരെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. എ കോൺസ്റ്റന്റ് കറണ്ട് വാസ് പാസ് ത്രൂ എ സൊല്യൂഷൻ ഓഫ് AuCl4- അയോൺ ബിറ്റ്വീൻ ഗോൾഡ് ഇലക്ട്രോഡ്സ്. ഇപ്പോൾ ഗോൾഡ് ഇലക്ട്രോഡ് ഉണ്ട്, ആ ഗോൾഡ് ഇലക്ട്രോഡിലെ സൊല്യൂഷനാണ് AuCl4-. അതിലൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്യാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് 10 മിനിറ്റ് കറണ്ട് പാസ് ചെയ്തു. അപ്പം ദ ഇൻക്രീസ് ഇൻ ദ മാസ് ഓഫ് കാഥോഡ് വാസ് 1.314. എന്ന് വെച്ചാൽ വെയിറ്റ് ഡെപ്പോസിറ്റഡ്, ഇൻക്രീസ് ഇൻ ദ മാസ് എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഭാരം കൂടി എന്ന് വെച്ചാൽ അത്രയും വെയിറ്റ് ഡെപ്പോസിറ്റ് ചെയ്തു. 1.314 ഗ്രാമാണ് വെയിറ്റ് ഡെപ്പോസിറ്റ് ചെയ്തത്. 10 മിനിറ്റാണ് നമ്മൾ ചാർജ് അല്ലെങ്കിൽ കറണ്ട് പാസ് ചെയ്തത് കേട്ടോ. ടോട്ടൽ ചാർജ് പാസ് ത്രൂ ദ സൊല്യൂഷൻസ്, ശ്രദ്ധിക്കണം, സൊല്യൂഷനിലൂടെ നമ്മൾ പാസ് ചെയ്ത ചാർജ് എത്രയാണ്, അത് ഫാരഡേയിലാണ് കണ്ടുപിടിക്കേണ്ടത്, കുളോംബിലല്ല. അത് പ്രത്യേകം നോട്ട് ചെയ്യാം. ഇനി നോക്കൂ, നമ്മുടെ ഫോമുല എന്താ, W = Z × Q എന്നാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, Q ആണ്. Q = W/Z. എന്താണ് Z? Z എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻസ് ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്താ, ഇക്വലൻ്റ് വെയിറ്റ് ഡിവൈഡഡ് ബൈ 96500. ഈ 96500 എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക, വെൻ വി ഹാവ് ടു ടേക്ക് ദ കുളോംബ്. ചാർജിന് നമ്മൾ കുളോംബിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴാണ് ഈ 96500 എടുക്കേണ്ടത്. പക്ഷെ ഇവിടെ നമുക്ക് കുളോംബിലല്ല, നമുക്ക് ഫാരഡേയിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, 96500 ആവശ്യമില്ല, ഡിവൈഡ് ബൈ 1 ഫാരഡേ എന്ന് കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ. കുളോംബിലേക്ക് ആക്കാനാണ് 96500 ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇൻ ടേംസ് ഓഫ് കുളോംബിൽ കാണാണ്, ഇതിൻ്റെ പേരെന്താ, Z എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻസ്. അപ്പോൾ ഇവിടെ ഇക്വലൻ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മോളാർ മാസ് ഓർ ഗ്രാം അറ്റോമിക് മാസ് ഓഫ് AU ബൈ ഇറ്റ്സ് വാലൻസി ഫാക്ടർ. അപ്പോൾ ഇവിടെ ഗോൾഡ് AuCl4- എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് ഗോൾഡ് 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെന്ന് നമുക്കറിയാം. എങ്ങനെ കിട്ടി, ഈ ഗോൾഡിനെ X എന്ന് എടുക്കാം. അപ്പോൾ X -4 = -1. അപ്പോൾ X +3 എന്ന് കിട്ടി. അപ്പോൾ ഇതിലേക്ക് 3 ഇലക്ട്രോൺ ആഡ് ചെയ്താലാണ് ഗോൾഡ് ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ 3 ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോഴല്ലേ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ വാലൻസി ഫാക്ടർ 3 ആണ്. വാട്ട് ഇസ് ദ ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഗോൾഡ്, 197. അപ്പോൾ Z = 197 ഡിവൈഡഡ് ബൈ 3 എന്നായി. ഇനി നോക്കിയാൽ നിങ്ങൾ, Q = വെയിറ്റ് എത്രയാ, 1.314 ഡിവൈഡഡ് ബൈ 197 ബൈ 3 എന്നുള്ള മുകളിലേക്ക് 3 വരും. സോ ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക 0.02 ഫാരഡേ എന്നായി. ഓക്കെ അല്ലേ. അപ്പോൾ ഫാരഡേയിൽ Q കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇക്വലൻസ്, നമ്മൾ എന്താണ് ഇക്വലൻസ്, നമ്മൾ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻസ് 96500 ഡിവൈഡ് ചെയ്യാതെ 1 ഫാരഡേ ഡിവൈഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇവിടെ 197 ബൈ 3 എന്നായി. അത് ഇക്വലൻസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 0.02 ഫാരഡേ എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 10⁻² ഫാരഡേ. സോ ഇവിടെ എന്താ ആൻസർ വരിക, ന്യൂമറിക്കൽ വാല്യൂ ഈസ് ഈക്വൽ ടു 2. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആകെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ചാർജ് കുളോംബിലല്ല ഫാരഡേയിലാണ് എന്നുള്ളത് മാത്രമേ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഓക്കെ അല്ലേ മക്കളെ, റെഡി? അടുത്ത ക്വസ്റ്റ്യനിൽ വീണ്ടും കാണാം.